അധിക സെസ് അടക്കം എത്ര രൂപയാണെങ്കിലും കമാന്ന് മിണ്ടാതെ പറയുന്ന സമയത്ത് പറയുന്ന പൈസ അടയ്ക്കുന്ന ഒരാൾക്ക് അത് അടയ്ക്കാൻ ഒറ്റ ദിവസം വൈകിയാൽ കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന കാരുണ്യം കാണിക്കാതെ മിണ്ടാതെ വന്ന് ഫ്യൂസ് കൊണ്ട് പോകുന്ന ഏമാന്മാരുള്ള നാട്ടിൽ സാധാരണ പൗരന്മാർക്ക് സർക്കാരിന്റെ ഈ പീക്കിലോട് ടെക്നിക്കൽ കിടുതാപ്പുകൾ അറിയേണ്ട കാര്യമില്ലെന്നും കൊടുംചൂട് കാലത്ത് കറണ്ട് മുടങ്ങിയാൽ ഉത്തരവാദി സർക്കാർ എന്ന് പറഞ്ഞത് ഈ മിനിഞ്ഞാൻ നമ്മുടെ 24 ഗ്രാൻഡ് ഡിബേറ്റ് പരിപാടിയിൽ അപ്പോൾ തന്നെ മിതവാദി കടന്നലുകളല്ല, എന്തും ന്യായീകരിച്ച് കളഞ്ഞ ചില തീവ്ര കടന്നലുകൾ സൈബറിൽ മാപ്രാവിളിയുമായി ഇടംബലമെന്ന് മിണ്ടിപ്പറക്കലാണ്. ഏതോ 20 ഊണിന്റെ കപ്പാസിറ്റിയുള്ള നാട്ടുവഴി ഹോട്ടലിൽ പെട്ടെന്ന് 60 ഊണിന്റെ ആവശ്യം വന്നാൽ കറ തീർന്നു പോകും, കടപൊട്ടിപ്പോകും എന്നൊക്കെയാണ് ക്യാപ്സ്യൂൾ. കമന്റുകൾ വരുന്നത് 40 പേരെ ഊട്ടുന്ന റെസ്റ്റോറന്റ് അല്ല സാറേ, 1 കോടി ആളുകൾക്ക് കറണ്ട് കൊടുക്കുന്ന യൂട്ടിലിറ്റി കമ്പനിയാണ് KSEB. ഉച്ചയൂണിന്റെ ഉച്ചക്കിർക്ക് പറയല്ലേ കടന്നല എന്നടക്കം താഴോട്ടങ്ങ് പരിഹാസ പെരുമഴയാണ്. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന PR ക്യാമ്പയിന്റെ തുടർച്ചയിൽ പീക്കിലോട് പവർക്കെട്ടിലെ മെഴുകുതിരി വെളിച്ചത്തിൽ വെന്തുരുകി കഷ്ടപ്പെട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സാറന്മാർ പുറത്തിറങ്ങിയത് പറയരുത്. രാക്കാലത്ത് കിടപ്പ് രോഗികൾ കൈക്കുഞ്ഞുങ്ങളും അടക്കം പുഴുങ്ങി ഒലിച്ച് വെന്തുരുകി പ്രാന്തായി നിൽപ്പാണ്. ആ ഹോട്ടൽ ക്യാപ്സ്യൂൾ ദഹിക്കാനിടയിൽ ചിലപ്പോൾ ചെള്ളയിൽ കൈച്ചൂടറിയും, വേദനയ്ക്കും ആരോഗ്യത്തിന് ഹാനികരമാണ്. ചൂട് കൂടിയാൽ ലോഡ് കൂടുമെന്ന് കണിയാൻ കവടി തീർത്തേണ്ട കാര്യമില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കാര്യക്ഷമതയില്ലായ്മയുടെ ദുരന്തഫലം അപ്രഖ്യാപിത ഒളിച്ചുകളി ഉടായ്പ മാറ്റിവെച്ച് പ്രഖ്യാപിതമായി തന്നെ കറണ്ട് കെട്ടാണ് KSEB. ഓമന പേര് പീക്കിലോട് മാനേജ്മെന്റ്. ആ പീക്കിലോടെന്ന ബെർമുടയിട്ടാലും ലോഡ് ഷെഡിംഗ് എന്ന കളസമാണെങ്കിലും കുക്കറിൽ കപ്പ വിഴുങ്ങുന്ന അവസ്ഥയാണ്. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നട്ടപ്രാന്തെടുത്ത് പാതിരാത്രി വിയർത്തൊലിച്ച് പുറത്തിറങ്ങിയാലോ പത്തി വിടർത്ത് നിൽപ്പാണ്. മൂർഖനും വെള്ളിക്കെട്ടനും ഓടിച്ചിട്ടാണ് പാമ്പുകടി. പവർക്കെട്ടില്ലാത്ത 10 വർഷക്കാലം സാധ്യമായത് ഇവിടെന്തോ ക്യാപ്സ്യൂൾ പോലെ കൊട്ടക്കണക്കിന് കറണ്ട് ഉണ്ടാക്കിയിട്ടാണോ? അല്ല. ഇരുണ്ട കാലം എന്ന് അധിക്ഷേപിച്ച് ആ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് 4 നൂറ്റാണ്ട് കാലത്തേക്ക് ഒപ്പിട്ട കരാർ ബലത്തിലാണ് ദീർഘദർശിയുടെ പേര് ആര്യാടൻ. ഇല്ലാത്ത എന്തോ അഴിമതിയും പറഞ്ഞ് ഏതോ ദുരൂഹാവശ്യത്തിന് ആ കരാറിനെ അകാലത്തിൽ കാലപുരുക്കി അയച്ചതിന് ഇമ്പാക്റ്റാണ് ഈ രാക്കാല ഇടിനാശം. കൊള്ളാവുന്ന ഒരു കരാറും പണത്താക്കി കൊള്ളവരിക്ക് കരണ്ടും വാങ്ങി അതും ജനത്തിന്റെ മണ്ടക്കടിച്ച് കുറ്റം കൺസ്യൂമർക്കെന്നങ്ങ് പള്ളി പറ. പീക്കിലോടൊന്ന് മണ്ണാങ്കട്ടയാണെങ്കിലും ഒരു കുത്ത് മെഴുകുതിരിയും വാങ്ങി കാത്തിരിക്കണം. അൾട്ടിമേറ്റ് സിസ്റ്റം പരാജയത്തിൽ വിയർത്തൊലിക്കുന്ന ഒരു പാമ്പ് വാഴും കാലം, കറണ്ടില്ലാത്തൊരു പരണ്ട കാലം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, ഡോക്ടർ MG സുരേഷ് കുമാർ, ഡോക്ടർ ജയരാജ്, ശ്രീ NK ഹരിദാസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ സുരേഷ് കുമാറിലേക്ക് പോകുന്നു. ശ്രീ MG സുരേഷ് കുമാർ, ഇവിടെ ഇന്നലെ വരെ എന്തോ പീക്കിലോട് മാനേജ്മെന്റ് എന്തോ പീക്ക് ടൈമിൽ എന്തോ അടിച്ചു പോകലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ലെന്ന് കണ്ടാണോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ് എന്നാലും അതിന് ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കില്ല, പീക്കിലോട് മാനേജ്മെന്റ് എന്ന് നേരത്തെ അറിയിക്കാനുള്ള KSEBയുടെ തീരുമാനം? ഒന്ന് ഹാഷ്മിയുടെ ഇൻട്രോ പ്രാസൊക്കെ ഒപ്പിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറയുമ്പം ചില വസ്തുതകളും കൂടി അറിഞ്ഞു പോകേണ്ടതുണ്ട്. വേനൽക്കാലമായാൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും എന്ന് അറിയാത്തവരല്ല KSEBക്കാർ. മാത്രമല്ല ഇത് ഒരു ഇലക്ഷൻ ഇയറും കൂടിയാണ്. സ്വാഭാവികമായും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് KSEB ഈ വേനൽക്കാലവും വരവേറ്റത്. പക്ഷെ വേനലിൻ്റെ കടുപ്പമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ലാതെ അപ്രതീക്ഷിതമായി ഒരു വൈദ്യുതി ഉപഭോഗ വർധനവ് വന്നാൽ KSEB അല്ല ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ വേനൽക്കാലത്ത് വരുന്ന വൈദ്യുതി ഉപഭോഗം കണക്കാക്കുന്നതിന് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ വേനലിൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ ഈ വർഷം സാധാരണഗതിയിൽ എത്ര വർധനവ് ഉണ്ടാവാം. അത് നോർമലി ഒരു 3% മുതൽ 4% വരെയാണ്. കഴിഞ്ഞ വർഷത്തെ വേനലിൽ ഉണ്ടായിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഏകദേശം വൈദ്യുതി ആവശ്യകത, പരമാവധി വൈദ്യുതി ആവശ്യകത എന്ന് പറയുന്നത് ഒരു 5450, 5500 താഴെയായിരുന്നു. അതിനകത്ത് ഒരു 3% വർധനവ് വെച്ചാൽ 150 മെഗാവാട്ട് വർധനവ്, 5600, 5650 അല്ലെങ്കിൽ 5700 മെഗാവാട്ട് വരെ എത്താം. സാധാരണ മാസങ്ങൾ ഉണ്ടാകുന്ന വൈദ്യുതിയേക്കാളും വേനൽക്കാലത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന വൈദ്യുതി എന്ന നിലയ്ക്കിലും ഇത് കണക്ക് കൂട്ടാം. കേരളത്തിൽ ഈ കഴിഞ്ഞ സാധാരണ മാസങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4900, 5100 മെഗാവാട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാനിംഗ് പരാജയം എന്ന് പറഞ്ഞത്. ഈ 5% വർധന ഉണ്ടാവും എന്ന് കരാറിൽ എവിടെയും ഒപ്പിട്ട് പോകുന്നില്ല. പറഞ്ഞു തീരുന്നതുവരെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. പറഞ്ഞു തീരുന്നവരെ അനുവദിക്കുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കേൾക്കുകയും ഞങ്ങൾക്ക് പറയാൻ അനുവാദം തരുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ലെങ്കിൽ പറയൂ, ഞാൻ പറയുന്നത് ഈ 5% കൂടാവുമെന്ന് ആരും എവിടെ ഉറപ്പ് നൽകിയിട്ടില്ല. അല്ല, അത് ഞാൻ പറയട്ടെ, 5% വെച്ച കൂടാവുന്നല്ല. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ആസൂത്രണം നടത്തുക. അല്ലാതെ നമുക്ക് 10% അല്ലെങ്കിൽ 15% കൂടും എന്ന് പറഞ്ഞിട്ട് ആസൂത്രണം നടത്തി അവിടെ വരുന്ന അധിക ചെലവ് മുഴുവൻ സാധാരണ ജനങ്ങൾ തന്നെയല്ലേ വഹിക്കേണ്ടത്. അപ്പം ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന പരമാവധി സാധ്യത എത്രയാണോ ആ സാധ്യത കണ്ട് ആസൂത്രണം ചെയ്യാണ്. ആ സാധ്യത അനുസരിച്ച് 5700 മെഗാവാട്ടിന് അപ്പുറത്ത് പോകേണ്ടതില്ല. എന്നിട്ടും ഈ വർഷം
ഇലക്ഷൻ ഇയർ കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് 5900 6000 മെഗാവാട്ട് ആയാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ആസൂത്രിതമായി തന്നെയാണ് വൈദ്യുതി ബോർഡ് ഈ വേനൽക്കാലത്തെ കണ്ടത്. ഏകദേശം 8-10% വർധനവുണ്ടായാൽ പോലും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് ഈ വേനൽക്കാലത്തെ കണ്ടത്. പക്ഷേ നമ്മൾ ഒരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയും. ഈ ആസൂത്രണം എപ്പോഴാണ് നടത്തുന്നത്? കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലാണ് നടത്തുന്നത്. അത് അപ്ഡേറ്റ് ചെയ്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തി. അപ്പോഴും യാതൊരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഫെബ്രുവരി 28-ാം തീയതി ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുമെന്നും നിൽക്കട്ടെ സുരേഷ് കുമാർ, ഇവിടെ ഈ വൈദ്യുതവും കൂടുമെന്ന് അറിയാനുള്ള പ്ലാനിങ് എന്താണ് ഇല്ലാത്തത്? ഇവിടെ ഇത്രയും EV ചാർജിംഗ് ഉണ്ട്, ഇത്രയും AC ഉണ്ടെന്ന് അറിയാം. ഞാൻ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യുന്ന പോകും. ഞാൻ പറഞ്ഞു തീർന്ന് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യുന്ന പോകും. താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇല്ലല്ലോ, താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ താങ്കൾ പറയുന്നതിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ. അത് പ്രകോപനമായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം പറയാൻ, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിന്റെ അകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നുപോയാൽ ഒന്നും സംഭവിക്കില്ല. പ്രവോക്കടാവല്ലേ? പറയൂ താങ്കൾ. ഞാൻ താങ്കൾ പറയുന്നതിലെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തി, ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ സാധനം അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് പോയിക്കോളാം. എനിക്ക് ഈ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് നേരം എനിക്ക് തന്നു പോയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് പറയാനുള്ളത് അനുവദിക്കാൻ പറ്റുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ല, താങ്കൾ പറയൂ. അതായത് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 2400 വാട്ടാണ്, 2400 മെഗാവാട്ടാണ്. അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒരാൾക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിസന്ധിയല്ല. ഫെബ്രുവരി 28-ാം തീയതി ട്രംപ് ആക്രമണം നടത്തുമെന്നും ഇവിടെ പാചകവാദി പ്രതിസന്ധി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസം 27-ാം തീയതിയും KSEBക്ക് കാണാൻ കഴിയുന്നതല്ല. 28-ാം തീയതി ഉണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി മാർച്ച് മാസം അവസാനത്തിലാണ് പാചകവാദ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. അപ്പോൾ തന്നെ 8-ാം തീയതി 8/4/2026 റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ KSEB അപേക്ഷ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം നിലയ്ക്ക് ഈ സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ഇല്ല. ഇപ്പം ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം വന്നാൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് അവർ അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ തീരുമാനം ഉണ്ടായത് 26-ാം തീയതിയാണ്. ഇപ്പം ഇന്ന് അത് ഡയമണ്ട് ഹെഡ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പം ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കുക അല്ല വേണ്ടത്. ഇവിടെ ഇത്രയും EVS ചാർജിംഗ് ഉള്ള കാര്യം അറിയാം, ഇത്രയും AC ഉള്ള കാര്യം അറിയാം, ഇത്രയും BPL വീടുകളിൽ AC ഉള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ? ഇത് കേൾക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ? അതാണ് ഞാൻ പറഞ്ഞത്. AC അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSEB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ ഭാഗമായി താങ്കൾ പറഞ്ഞു KSEBക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശരി, താങ്കൾ പറഞ്ഞു. തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ദയവായി ഹാഷ്മി ക്ഷമിച്ചു കളയണം. ഓക്കെ രാജു, മനസ്സിലാക്കാനുള്ള ശരി ആ പ്രവാചക സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഹാഷ്മി ഒന്ന് മനസ്സിലാക്കി KSEB ഉദ്യോഗസ്ഥന്മാരോട് ഇനി മുതലെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന ആളാണല്ലോ. മനസ്സിലാക്കി താങ്കൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ടെന്ന് കാലത്ത് ഞങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിയുടെ ഉപദേശത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, പരിഹാസം ഇഷ്ടപ്പെട്ടു. രാജു പി നായർ, ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കിയ കരാറുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മാത്രമേ പരിഹസിക്കാനുള്ളൂ. പ്രവോക്കടാവല്ലേ? അങ്ങ് പ്രവോക്കടാവല്ലേ? ശരി, അങ്ങ് പ്രവോക്കടാവല്ലേ? ഇപ്പൊ ക്യാപ്സ്യൂളുകൾ പറഞ്ഞത് 30 ഊണിന്റെ 60 ഊണിന്റെ കണക്കാണ്. അപ്പൊ ഇൻഡക്ഷൻ കുക്കർ അവർ ഇടട്ടെ നാളെ മുതൽ. ശരി, ഓക്കെ, ഇല്ല പറയട്ടെ. ഓക്കെ, അദ്ദേഹം പറയട്ടെ. ശരി, ഓക്കെ.
രാജു പി നായർ ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ കരാറിന്റെ കാലത്ത് 458 മെഗാവാട്ട് വൈദ്യുതി കരാറായിരുന്നു. കരാർ റദ്ദാക്കി. ഇന്നിപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ കാല് പിടിച്ചുകൊണ്ടിരുന്ന എത്രയാണ്? 250 മെഗാവാട്ടിനാണ്. അത് അനുവാദം കിട്ടി. ഇപ്പോൾ നോക്കി പവർ എക്സ്ചേഞ്ചിൽ കറണ്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഈ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങൾ, വിയർത്തൊലിക്കുന്ന ജനം, കുഞ്ഞും കിടക്കയിലെ പേഷ്യൻസ് അടക്കം കഷ്ടപ്പെടുകയാണ്, വിയർത്തൊലിക്കുന്ന ജനം, ഇൻഡക്ഷൻ കുക്കറിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് നടക്കുമോ? ഹാഷ്മി, ശ്രീ സുരേഷ് കുമാർ പ്രകോപിതനാവുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. അദ്ദേഹത്തോട് അനുകമ്പാപൂർവ്വം ഞാൻ ആ പ്രകോപനത്തേക്ക് ക്ഷമിക്കുകയാണ്. കാരണം ഈ കുറേ നാളുകളായിട്ട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ മക്കളെ എന്ന് ചോദിച്ച് നടന്നവരൊന്നും ചർച്ചയിലില്ല. ഹാഷ്മി, എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാരെ ചർച്ച? കാരണം അവരല്ലേ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ മറുപടി. കാരണം കള്ളപ്രചരണം നടത്തിയ ആ CPMകാരെ നിങ്ങളെന്താ ചർച്ചയിൽ കൊണ്ടുവരാത്തത്? പകരം ആ ഡേർട്ടി വർക്ക് മുഴുവൻ ഇവന്മാർ കാണിച്ച ഇമാതിരി തെമ്മാടിത്തത്തിന്റെ PR മുഴുവൻ ന്യായീകരിക്കാൻ ഈ പാവം മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചാനലുകളിൽ നടക്കല്ലേ. എങ്ങനെ പ്രകോപിതരാവാതിരിക്കും? ഈ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടും പൊരുത്തക്കേടും പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രകോപിതരാവും. അദ്ദേഹം ഷൗട്ട് ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ പ്രകോപിതരാവാതെ ഇൻട്രോയിലുള്ള ചില ഇൻട്രോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇൻട്രോയിൽ നമുക്ക് ജനത്തിനൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ, സർക്കാരിനൊപ്പം നിൽക്കാൻ പറ്റില്ല, കറണ്ട് കളഞ്ഞ കേസിനൊപ്പം നിൽക്കാൻ പറ്റില്ല, കഷ്ടപ്പെട്ട് ജനത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് കുഴപ്പമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം ഇത് 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് പോകുന്ന പുഴുകുന്ന കാലമാണ്. ആ കാലം ഇൻഡക്ഷൻ കുക്കർ വെച്ചോണ്ടാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ന്യായമാണോ? കേക്ക് ഹാഷ്മി, ഞാനത് പറയാം. ഇൻട്രോ ഒന്നും അല്ല പ്രശ്നം. ഞാനും അദ്ദേഹം കൂടി ഇന്നലെ വേറൊരു ചാനലിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ദീർഘകാല കരാറിനെ സംബന്ധിച്ച് പറഞ്ഞു. ദീർഘകാല കരാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് റദ്ദ് ചെയ്തതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. റദ്ദ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് റൗണ്ട് ദ ക്ലോക്ക് എടുക്കുമ്പോൾ, ശരാശരി എടുക്കുമ്പോൾ ആ കരാർ നഷ്ടമായതുകൊണ്ടാണ് ആ കരാർ റദ്ദ് ചെയ്ത് അദ്ദേഹം ശക്തിയുക്ത വാദിച്ചു. ഞാൻ പിന്നീട് ചോദിച്ചു, അങ്ങനെ റദ്ദ് ചെയ്തത് കരാർ റൗണ്ട് ദ ക്ലോക്ക് ശരാശരി നഷ്ടമായതുകൊണ്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ റദ്ദ് ചെയ്തുകൊണ്ട് സർക്കാർ തീരുമാനം എടുത്തെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു പാവം മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഞാൻ അതിലേക്ക് വിടുകയാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കുറെ കൺസംഷനിൽ കൂടുതലുണ്ടായ സംഭവത്തെ കുറിച്ചെല്ലാം പറഞ്ഞു. അദ്ദേഹം എന്തായാലും കൊണ്ടുപോയി കെട്ടുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. ശരി, ഇനി ഇൻഡക്ഷൻ കുക്കർ തൽക്കാലത്തെ വാദത്തിന് ഞാൻ വേണ്ടി അംഗീകരിക്കാം. ശ്രീ സുരേഷ് കുമാർ ഒന്ന് പറയും, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനം എത്ര കൂട്ടാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചു? പവർ കട്ട് ഇല്ലാത്ത കേരളം എന്നുള്ള വലിയ PR ഇറക്കിയല്ലോ. എത്ര വൈദ്യുതി ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന് മറുപടി പറഞ്ഞാൽ മാത്രമേ ആ പവർ കട്ട് ഇല്ലാതായ കേരളത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ CPM സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ പവർ കട്ട് ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതിനൊന്നും വൈദ്യുതി ഉൽപാദനത്തിന്റെ പുറയിലല്ല. അതിൽ പ്രശ്നം എന്താണ്? അതിൽ ഞാൻ ആത്മാർത്ഥം ഇപ്പൊ സൈലന്റ് വാലി വിട്ടേക്ക്, അവിടെ പ്രശ്നമുണ്ട്. പക്ഷെ അതിരപ്പള്ളി വയബിളായ പ്രൊജക്റ്റ് ആയിരുന്നു. കാര്യം ടർബൈൻ താഴെയാണ്. അപ്പോഴത്തേക്ക് ഉടനെ എല്ലാവരും ഇറങ്ങിയില്ലേ അതിനെതിരെ? ഞാനതിൽ രാഷ്ട്രീയം കാണുന്നില്ല. എല്ലാവരും ഇറങ്ങി, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ഇറങ്ങി, പ്രതിപക്ഷ നേതാവ് അടക്കം അതിനെതിരാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇറങ്ങി. എങ്ങനെയാണെന്ന് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക? ഇല്ല, ഹാഷ്മി, പരിസ്ഥിതി വാദമൊക്കെ ഉണ്ട്, അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ല. അതൊക്കെ തീർച്ചയായിട്ടും ഒരു ബാലൻസിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കരണം തിരിഞ്ഞിറങ്ങി. ഇപ്പൊ അതിരപ്പള്ളിക്കെതിരെ സമരത്തിനിറങ്ങിയതിൽ CPM ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിരപ്പള്ളി അധികാരത്തിലേക്ക് വന്നപ്പോൾ അതിരപ്പള്ളി നടത്താൻ വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല. ഞങ്ങൾ പരിസ്ഥിതിവാദം ഉണ്ടെങ്കിൽ ആ പരിസ്ഥിതിവാദത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞാൻ ചോദിക്കുന്നത് അതിരപ്പള്ളിയെ സംബന്ധിച്ച വിധമില്ല. 150 മെഗാവാട്ട് വൈദ്യുതി മാത്രം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഉണ്ടാക്കിയ പ്രോജക്റ്റിൽ 75 മെഗാവാട്ട് മാത്രമേ ഇപ്പോഴും അവർക്ക് എത്താൻ സാധിച്ചുള്ളൂ. ആ പോരായ്മ ഏത് ഇറാൻ US യുദ്ധത്തിന്റെ തലയിൽ കെട്ടിവെക്കും ശ്രീ സുരേഷ് കുമാർ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പുറപ്പുറം സോളാർ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും ജനങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവർ സോളാർ പദ്ധതി തുടങ്ങി വെച്ചു. കേരളത്തിലെ KSEB ഓഫീസുകളിൽ ആ പുറപ്പുറം സോളാറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി സ്വീകരിക്കാനുള്ള ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് അനുവാദം കൊടുക്കാത്ത, അപ്രൂവൽ കൊടുക്കാത്ത എത്ര അപേക്ഷയുണ്ടെന്ന് സുരേഷ് കുമാർ ഒന്ന് പറ. കേരളത്തിലെ KSEB ഓഫീസുകൾ മുഴുവൻ 1000 രൂപ ഫീസ് അടച്ചതിന് ശേഷവും അവർ ഇൻവെസ്റ്റ് ചെയ്ത് പുറപ്പുറം സോളാർ വെച്ചതിന് ശേഷവും അത് ഗ്രിഡിലേക്ക് കൊടുക്കാൻ കഴിയാതെ ഇവർ പെട്ടുകിടക്കുകയാണ്. കാരണം അറിയോ, ഈ പറയുന്ന ട്രാൻസ്ഫോമറിനൊന്നും കപ്പാസിറ്റി കൂടിയിട്ടില്ല. KSEB കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. ട്രാൻസ്ഫോമറുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, എൻഹാൻസ് ചെയ്തിട്ടില്ല.
പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഇപ്പൊ ഇവർ പറയുന്നു നേരത്തെ എന്തായിരുന്നു, ഇപ്പൊ മറ്റേ ഗ്രിഡിന്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ഒക്കെ നിന്നു കേട്ടോ, ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോയി. ഇന്നലെ ഇദ്ദേഹത്തിന്റെ വാദം ലോഡ് കൂടുമ്പോ അപ്പൊ തന്നെ ഇത് ഡ്രിപ്പായി പോകുന്നു എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ ഇവർക്ക് കഴിയാതെ പോയത്? അപ്പോ വളരെ കൃത്യമായിട്ട് 10 വർഷത്തെ KSEBയുടെ തെറ്റായ നയവും യാതൊരു വിധത്തിൽ മുൻകാഴ്ചയോട് ദീർഘവീക്ഷണത്തോടു കൂടി കേരളത്തിന്റെ വൈദ്യുതി വിതരണ രംഗം ശക്തിപ്പെടുത്താതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നത്തിലാണ്. കാരണം വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. വീട്ടിനകത്തിരുന്ന ശംഖുവരേന് എത്രണ്ണം വരും നമുക്കറിയില്ല. പാവപ്പെട്ട മനുഷ്യർ ഇന്ന് ചൂടത്ത് ഈ പാമ്പിറങ്ങി പാമ്പുകളുടെ കടി കൊണ്ട് ഭരിക്കേണ്ട അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനാണെങ്കിലോ എല്ലാം പ്രശ്നമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസരത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇവർ വില കൊടുക്കേണ്ടി വരുന്നത് ഇവരുണ്ടാക്കിയ കെട്ടിപ്പൊക്കിയ തെറ്റായ ഇമേജിന്റെ പേരിലാണ്. ഈ സർക്കാർ ഇവർ ചെയ്യേണ്ടത് എന്താ? ലോഡ് കൂടി ശരി, ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ തുറന്നു പറയണം ജനങ്ങളോട്. അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണോ? ലോഡ് ഷെഡിംഗ് നടത്ത്, വേറെ മാർഗമില്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് നടത്തിയാൽ ജനങ്ങൾ ദുരിതത്തിലാവുമോ? ദുരിതത്തിലാവും. പക്ഷെ ദുരിതത്തിന്റെ എമൗണ്ട് കുറയ്ക്കാലോ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്ന ഒരു സംവിധാനം ഇത് കുറയ്ക്കാമല്ലോ. അല്ലെങ്കിൽ മനുഷ്യന് അതനുസരിച്ച് അവരുടെ ജീവിതം പ്ലാൻ ചെയ്യാലോ. അതിന് പകരം ഇവർ കെട്ടിപ്പുണ്ടാക്കിയ വ്യാജ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ ഇന്ന് പവർ കട്ട് നടപ്പായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് ഞങ്ങളിട്ട കളസം നിങ്ങളിട്ട കളസം ഞങ്ങളിട്ട ബർമുഡ എന്ന് പറയുന്ന പോലെ പവർ റെസ്ട്രിക്ഷൻ ആണ്. എന്തായാലും കറണ്ട് പോകും. അതാണ് കറണ്ട് പോകും, ജനം കഷ്ടപ്പെടും. അത് തന്നെ അതിന്റെ ആത്യന്തിക ഫലം. ശ്രീ ജയരാജ്, ഇവിടെ രാജീവ് പിന്നാർ പറഞ്ഞതുപോലെ അത് കെട്ടിപ്പോക്കിയ ഇല്ലാത്ത ഒന്നല്ല. പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമായത് എങ്ങനെയാണ്? സാധ്യമായത് ഈ പറയുന്ന രീതിയിൽ 400-700 ചില്ലുവാനം മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ ചെലവിൽ വാങ്ങാനുള്ള 25 കൊല്ലത്തെ 4 നൂറ്റാണ്ട് കാലത്തേക്കുള്ള ആര്യാടൻ മുഹമ്മദിന്റെ കരാർ 7 കൊല്ലത്തോളം ഇവിടെ നമ്മൾ ആ കറണ്ട് വാങ്ങി. എന്നിട്ട് എന്തോ കാരണം പറഞ്ഞ് അത് ഇല്ലാതാക്കി, അത് റദ്ദാക്കി. യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റായി കേരളം ഇന്ന് അനുഭവിക്കുന്നതിന്റെ അതിന്റെ യഥാർത്ഥ വസ്തുത ആ കരാർ എന്തോ കാരണത്താൽ ദുരൂഹമായി റദ്ദാക്കാനുള്ള തീരുമാനമല്ലേ റെഗുലേറ്ററി കമ്മീഷന്റെ ചാരി ശ്രീ ജയരാജ്? അതിനു മുമ്പ് എനിക്ക് കുറച്ച് സമയം തന്നെ ഇന്റർഫിയർ ചെയ്യരുത്. പ്രധാനമായിട്ട് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ആ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് വീട്ടിൽ അന്ന് നമ്മളൊക്കെ ബഹുമാനത്തോടെ സ്വാമി എന്ന് വിളിക്കുന്ന ബാലാനന്ദ സ്വാമി, ബാലാനന്ദൻ സഖാവ്, ഈ ബാലാനന്ദൻ മരിച്ചുപോയ അദ്ദേഹം, ഈ ബാലാനന്ദനായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വളരെ കുഞ്ഞായിരുന്നു അന്ന് ഞാൻ. അപ്പോഴവർ പറയുന്നത് ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് 97-ലാണെന്ന് തോന്നുന്നു അത് നടപ്പിലാക്കുന്നത്. അത് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ് 35 വർഷത്തേക്കുള്ള പവർ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് SNC ലാവ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിവാദം കൊണ്ടുവരികയും എന്നിട്ട് നോ ഡെലിബറേറ്റ് ആക്ട് നോർ എനി ഈവിൽ ഡിസൈൻ എന്ന് CBI സ്പെഷ്യൽ ജഡ്ജ് രഘു അത് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറേ എന്താണ് പറയുന്ന പരിസ്ഥിതി തീവ്രവാദികളുണ്ട്, അങ്ങനെ തന്നെ യൂസ് ചെയ്യണം, പരിസ്ഥിതി തീവ്രവാദികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ നിലനിൽക്കുന്ന എവിടെയാണ്? ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലാണ്. എത്ര പേർക്ക് അറിയാമത്? ടീക്ക് പ്ലാന്റേഷൻസിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കൽപ്പാക്കത്തെ പോലെ ഇവിടെ തോറിയം വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ പവർ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അഡീഷണൽ ഉണ്ടാക്കുന്നത്? എന്ത് സംഭവം കൊണ്ടുവന്നാലും ഒന്നുകിൽ ഈ ഫണ്ട് നീലാണ്ടന്മാരുണ്ട് കേരളത്തിൽ, ഇതിന്റെ പേരിൽ ഫണ്ട് വാങ്ങിക്കുകയും ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഫണ്ട് നീലാണ്ടന്മാരുടെ നാടാണ് കേരളം. അവരെന്ത് വിടുപണിയും ചെയ്യും. എന്ത് ഫണ്ട് വാങ്ങിയ താങ്കൾ പറയുന്നത് തെളിവുണ്ടോ? വെറുതെ പറയല്ലേ? എന്താണ് ഫണ്ട് നീലകണ്ഠൻ അധിക്ഷേപിക്കാൻ ആ നീലകണ്ഠൻ എന്ത് ഫണ്ട് വാങ്ങിയെന്നാണ് താങ്കൾ പറയുന്നത്? ഫണ്ട് നീലകണ്ഠൻ പറഞ്ഞ CR നീലകണ്ഠനെയാണ് ഉദ്ദേശിച്ചെന്ന് താങ്കൾ അങ്ങനെ. ഞാൻ ആരെയും പേരെടുത്ത് വെച്ച് അധിക്ഷേപിക്കുന്നില്ല. ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടായത്, ഹാഷ്മി ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടായത് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ? കൊല്ലത്ത് പറയാറുണ്ട് ഒരു തൊട്ടി കിണറ്റി വീണാലും അതിന്റെ കാരണം പിണറായി വിജയനാണെന്ന്, അതിന്റെ കാരണം ഇവിടുത്തെ പ്ലാനിങ് ഇല്ലാത്തതാണെന്ന്. ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം അതുകൊണ്ട് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യ മൊത്തം വരണ്ടോണ്ടിരിക്കുകയല്ലേ. പാമ്പുകൾ പുറത്തിറങ്ങുന്ന അതിൻ്റെയും കാരണം. എന്തൊരു നാണമില്ലാത്ത വാദങ്ങളാണ് ഈ രാജു പി നായരൊക്കെ വന്നിരുന്നോട് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ സുരേഷ് കുമാർ സാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പം ഇൻഡക്ഷൻ കുക്കർ പറയാൻ പറ്റത്തില്ല, പിന്നെ ലാനിന പറയാൻ പറ്റത്തില്ല, ഓവർലോഡ് പറയാൻ പറ്റത്തില്ല, ഔട്ടേജസ് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ തുറന്നു പറഞ്ഞ് നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് പറ.
നമുക്ക് 10 അരമണിക്കൂർ വർഷത്തെ വൈദ്യുതി PR വർക്കാണ്. കട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറ. 12 വർഷം UAE യിൽ അല്ലാതെ ജീവിച്ചിരുന്ന ഉടായ്പാണെങ്കിൽ ഒരാളാണ് എന്തിനാ ഞാൻ. അങ്ങനെയുണ്ടോ ഒരു ദുരഭിമാനം? 12 വർഷം UAE യിൽ ജീവിച്ചിരുന്ന ഞാൻ പറയുന്നത് കേൾക്കൂ 12 വർഷം UAE യിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. എത്ര തവണ ഔട്ടേജസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? സുനാമിയുടെ കാലത്ത് എത്ര തവണ പവർ ഗ്രിഡ് ഫെയിലർ ഉണ്ടായിട്ടെന്നറിയോ? ഇതിനേക്കാളും ഒക്കെ ഉയർന്ന ചൂടിൽ എൻ്റെ കൈക്കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ വണ്ടിക്കകത്ത് AC ഇട്ട് പുറത്ത് കറങ്ങി നടന്നിട്ടുണ്ട് ഒരു രാത്രി മൊത്തം. അന്ന് എൻ്റെ മകൾ വളരെ കുഞ്ഞു കുട്ടിയാണ്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല വികസിത സ്ഥലങ്ങളിലും. വികസിതം എന്ന് നമ്മൾ കരുതുന്ന പല സ്ഥലങ്ങളിലും ഇതിനേക്കാളുള്ള ചൂട് കൂടിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ ഉണ്ടാവാറുണ്ട്. ദിവസങ്ങളോളം ATM കാർഡിൽ ATM മെഷീനുകൾ വർക്ക് ചെയ്യാതായിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ PR വർക്ക് കൊണ്ട് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ശരി, ഓക്കെ, പക്ഷേ ഇവിടെ കാറില്ലാത്ത പാവങ്ങളുണ്ടല്ലോ. ഇവിടെ കാറില്ലാത്ത പാവങ്ങളുണ്ടല്ലോ. കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് കാറിൽ AC ഇട്ട് കറങ്ങാൻ പാങ്ങില്ലാത്ത പാവങ്ങളുണ്ടല്ലോ. പുറത്തിറങ്ങി പാമ്പ് ഓടിക്കുന്ന ഭയക്കുന്ന പാവങ്ങൾ. അതിനെപ്പറ്റി കൂടി പറയേണ്ടത് നമ്മൾ. പൊട്ട ന്യായം ഉണ്ടല്ലോ ലക്ഷ്മി. ഇത് വിൽക്കും. ഇത് വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചീപ്പ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിൽ വിൽക്കും. സാമാന്യ ജനത്തിന് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന്. ശരി, ശ്രീ ഹരിദാസ്, ഈ ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തെ ആ കരാർ റദ്ദാക്കിയത് ബ്രേക്ക് ചെയ്ത് 24 ആണ്. അന്ന് നമ്മൾ നിരന്തരം ദിവസങ്ങളിൽ ആ വാർത്ത കൊടുത്തതാണ്. വാർത്ത കൊടുത്ത് എന്താണ് അത് ഉണ്ടാവാൻ പോകുന്നത്? അന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഒരു പരിപാടിയിലാണ് അത് വരുന്നതും ആ വാർത്ത ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതം എന്നതടക്കം നമ്മൾ വാർത്തയിൽ പറഞ്ഞതാണ്. പക്ഷേ അത് കാര്യമായി അന്ന് പ്രതിപക്ഷമൊക്കെ ഏറ്റെടുത്തുവന്ന കാര്യം എനിക്കറിയില്ല. അന്ന് വാർത്തയിൽ വന്നങ്ങ് പോയി. ഇന്ന് ആ കരാർ നിലവിലുണ്ടെങ്കിൽ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? പറയാൻ കാരണം എന്താണ്? 250 മെഗാവാട്ടിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പോയി റെഗുലേറ്ററി കമ്മീഷൻ്റെ കാല് പിടിക്കുന്നത്. അനുവാദം കിട്ടിയിട്ട് എന്താണ് പവർ എക്സ്ചേഞ്ച് കറണ്ടും ഇല്ല. അപ്പോൾ 250 മെഗാവാട്ടിന് വേണ്ടി നമ്മളിപ്പോൾ അപേക്ഷിക്കുന്നെങ്കിൽ ആ 467 മെഗാവാട്ട് ഉണ്ടെങ്കിൽ അതൊരു സൗകര്യമാവില്ലായിരുന്നോ? അത് തുറന്ന് സമ്മതിക്കണ്ടേ? എന്തിനു വേണ്ടിയായിരുന്നു ആ കരാർ റദ്ദാക്കലെന്ന് ശ്രീ ഹരിദാസ്? എന്താണ് ഇത്ര സംശയമുള്ളത്? ആ കരാർ റദ്ദാക്കിയത് തന്നെയല്ലേ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വൈദ്യുത പ്രതിസന്ധിക്കുള്ള കാരണം. അതിനാണ് പറയുക ദീർഘവീക്ഷണം. താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് എൻ്റെ മുമ്പിൽ TV ഇല്ല. ഈ സുരേഷ് കുമാർ ആരാണെന്ന് എഴുതി കാണിക്കുന്നതൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പേര് മാത്രം പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം ഇത്രയധികം വാചാലനാകുമ്പോൾ, അദ്ദേഹം ഇത്രയധികം ചൂടാവുമ്പോൾ, ഇത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായി താങ്കൾ സംസാരിക്കരുത്. ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് KSEB. ആ KSEBയെ വിമർശിക്കാൻ മാധ്യമപ്രവർത്തകർക്കും അതുമായി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കും അവകാശമുണ്ട്. നിങ്ങൾ നിരത്തുന്ന ന്യായങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ കാലം തൊട്ടിട്ട് ഇന്ന് വരേക്കുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനല്ലാതെ ഈ KSEB കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു മാസം ഒരു 4 അംഗ കുടുംബം അടയ്ക്കുന്ന വൈദ്യുതി ചാർജും കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന വൈദ്യുതി ചാർജും ഒന്നാണോ ശ്രീ സുരേഷ് കുമാർ? അല്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന വർദ്ധിപ്പിക്കുന്ന എല്ലാവിധ സെസ്സും അതുമാതിരി തന്നെ എന്നാ പറയേണ്ടത്, നിങ്ങളിടുന്ന ഓമന പേരിട്ടുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന എല്ലാ ചാർജും ഞങ്ങൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥരായവർ ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല. ആര്യാടൻ മുഹമ്മദ് ആയാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും ഇത്തരത്തിൽ 4 രൂപ 25 പൈസയ്ക്ക് ഒരു കരാർ ഒപ്പിട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തത്? എന്നിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വൈദ്യുതി കിട്ടണമെങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ നൽകണമെന്നുള്ള ബോധം വന്നപ്പോൾ ആ കരാർ പുതുക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയത് തന്നെ ആ കരാറിൻ്റെ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കരാറായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ? ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്തരം ഒരു പ്രതിസന്ധി വരുമെന്നുള്ളതിന് യാതൊരുവിധ മുൻഗണനയും നൽകിയിട്ട് കൊണ്ടിട്ടുള്ള മുൻകരുതൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിട്ടില്ല എന്നല്ലേ ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ മാത്രം പരാതിയാണോ? ആ പരാതിയെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ശ്രീ ജയരാജ് പറയുമ്പോൾ, ജയരാജ് അങ്ങനെയല്ല. ഇവിടെ ഹാഷ്മി പറഞ്ഞിട്ടുള്ളതും അതുമാതിരി തന്നെ എനിക്ക് പറയാനുള്ളതുമുണ്ട്. തുറന്ന് പറയൂ. അരമണിക്കൂർ നേരം വൈദ്യുതി പവർ കട്ട് ഞങ്ങൾക്ക് നൽകാതിരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്, ഞങ്ങളുടെ ദീർഘവീക്ഷണക്കുറവ് കൊണ്ട് ഞങ്ങൾക്ക് അരമണിക്കൂർ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു. അത് ഇന്ന സമയങ്ങളിലാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് വലിയ ആശ്വാസമാണ്. നിങ്ങൾ യാതൊരുവിധ മുന്നറിയിപ്പ് നൽകാതെ കൈക്കുഞ്ഞുറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ വൈദ്യുതി അപ്രതീക്ഷിതമായി ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. താങ്കൾ കൈക്കുഞ്ഞുമായിട്ട് കാറിൽ കറങ്ങിയെന്ന് പറഞ്ഞു. 12 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ.
വൈദ്യുതി പവർ കട്ടും അല്ലെങ്കിൽ വൈദ്യുതി ഫെയിലിയറും ഇല്ലാത്ത ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല. പക്ഷേ ഇവിടെ അത് ഞങ്ങൾ അങ്ങനെയല്ല. 10 വർഷം ഇവിടെ പവർ കട്ടില്ലാത്ത 10 വർഷം ഞങ്ങളിത് സമ്മാനിച്ചു. ഈ 10 വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ 4 ജലവൈദ്യുത പദ്ധതികൾക്ക് 190 കോടി രൂപ ചിലവാക്കി കഴിഞ്ഞാൽ, അവിടുത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 290 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കത്തക്ക തോതിൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ഇരിക്കെ ആ 4 ജലവൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണിയെ തീർക്കാൻ വയ്യാത്ത നിങ്ങൾക്കാണോ ദീർഘവീക്ഷണമുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിക്കേണ്ടത്? ഇനി ഇവിടെ രാജു പി നായർ പറഞ്ഞ പൂരപ്പുറ സോളാർ വൈദ്യുത പദ്ധതി ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം ആ നിലയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതികൾ കർണാടകവും തമിഴ്നാടും പ്രോത്സാഹിപ്പിക്കുന്നതുമാതിരി കേരളത്തിലെ KSEB പ്രോത്സാഹിപ്പിക്കുന്നില്ല. 48 ദിവസമായി എൻ്റെ വീട്ടിൽ ഈ പണി കഴിഞ്ഞിട്ട് ഈ പുരപ്പുറ സോളാർ പദ്ധതിക്ക് ഞാനിരുന്ന് ഈ സംസാരിക്കുന്ന വീട്ടിൽ അവിടെ ഒരു മീറ്റർ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്, മീറ്റർ കൊണ്ടുവന്ന് വെച്ചാലേ അത് ഉപയോഗപ്രദമായിട്ട് ആ വൈദ്യുതി KSEBക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതിനെന്താ മീറ്റർ ഇല്ല. എന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞങ്ങൾ 4 കുടുംബാംഗങ്ങൾ, ഇവിടെ 4 കുടുംബങ്ങൾ ഒരുമിച്ചാണ് അത് ചെയ്തത്. 4 കുടുംബങ്ങൾ ചെല്ലുന്നുണ്ട്. ഇന്ന് പറയും എന്തെന്ന് മീറ്റർ ഇല്ല. മീറ്റർ വന്നു കഴിഞ്ഞാൽ പറയും അത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇതാണോ നിങ്ങളുടെ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കൽ? കർണാടകത്തിലും തമിഴ്നാട്ടിലും കൃത്യമായിട്ട് 15 ദിവസത്തിനുള്ളിൽ വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കണം, പുതിയ മീറ്റർ വെച്ചിട്ട് ഇത്തരത്തിലുള്ള. മാത്രവുമല്ല ഇവിടെ നിങ്ങൾ ഹൊറസെൻ്റലായിട്ട്, അതായത് ടെറസിൽ അല്ലെങ്കിൽ പുരപ്പുറത്ത് മാത്രമേ അത് വെക്കാൻ സമ്മതിക്കുന്നുള്ളൂ. കർണാടകത്തിൽ ഈയിടെ ഞാൻ പോയപ്പോൾ അന്തം വിട്ടു. അവിടെ വെർട്ടിക്കൽ ചുമരുകളിൽ പോലും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ ജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ ഇവിടെ ടെറസിൽ മാത്രമേ അത് പാടൂ. അത് നിങ്ങൾ പറയുന്നത് മാതിരി ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന് നിങ്ങൾക്കൊരു മീറ്റർ വെച്ചുകൊണ്ട് ആ വൈദ്യുതി സ്വീകരിക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. 400 ട്രാൻസ്ഫോർമറുകൾ കേരളത്തിലെ മാറ്റിവെക്കണമെന്ന് 2023 എനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടിയിട്ടുണ്ട്. 1198 ട്രാൻസ്ഫോർമറുകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നും ആ മറുപടിയിൽ ഉണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്താ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് സ്വീകരിക്കാൻ ഇവിടുത്തെ ട്രാൻസ്ഫോർമറുകൾക്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പ്ലാനിംഗ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അത് ആരുടെ വികാരം ഉൾപ്പെടുത്തിയത്? വസന്തകുമാരി പറയുന്നുണ്ട് കറണ്ട് പോയിട്ട് 2 മണിക്കൂറായി, KSEBയിലേക്ക് വിളിച്ച് ഇപ്പോൾ ഇടിയും മഴയും ആകെ ഇരുട്ടിൽ എന്ന് പറയാം. ഫോൺ എടുക്കില്ല. അനന്തര ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒന്നും അതിലേക്ക് രംഗത്തേക്ക് വരുന്നില്ല. ഓക്കെ, സുരേഷ് കുമാർ, ഇൻഡക്ഷൻ കുക്കർ അതിലൊരു കാരണം എന്ന് സമ്മതിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പകൽ സമയത്ത് ഇപ്പോഴും നമുക്ക് എന്താണ് അധിക കറണ്ട് ഉണ്ട്, സറണ്ടർ ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ. ശ്രീ ഹരിദാസ് പറഞ്ഞ ഈ സോളാർ ജനറേഷൻ അടക്കം 2300 മെഗാവാട്ടോളം നമ്മൾ സറണ്ടർ ചെയ്യുന്നുണ്ട്. ഈ ബസ് എന്ന് അങ്ങനല്ലേ പറയുക, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഒരുപാട് ഗ്രാൻറ്റുകൾ, പലിശരഹിത ലോണുകൾ, ഈ പറയുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വായ്പ തുടങ്ങി വെച്ചത് എൻ്റെ അറിവ് ഇഴഞ്ഞു പോവുകയാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി പരിഹാരം ഉണ്ടാവില്ലേ? ഈ പറയുന്ന ഷോർട്ട് കാല കരാറുണ്ടെങ്കിൽ ഒരു പരിധി പരിഹാരം ഉണ്ടാവുമായിരുന്നില്ലേ? അന്ന് അപക്വമായ കരാർ റദ്ദാക്കിയില്ലെങ്കിൽ ഒരു പരിധി പരിഹാരമാകുമായിരുന്നില്ലേ? ഇതൊക്കെ സമ്മതിക്കുന്നതിന് പകരം ഈ പറയുന്ന പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മറുപടിയാണോ? ഹാഷ്മി, ഈ പറഞ്ഞ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം പറയാനുള്ള സമയം അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, രാജു പി നായർ പറഞ്ഞു 465 മെഗാവാട്ടിൻ്റെ കരാർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പ്രശ്നം എന്താ വെച്ചാൽ അത് വസ്തുതാവിരുദ്ധമാണ്. എങ്ങനെ? 465 മെഗാവാട്ട് കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് വെക്കേ, അപ്പോഴും KSEBയെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലത്ത് എങ്ങനെ വന്നാലും വേണ്ടി വരുമായിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 5700 മെഗാവാട്ടാണ്. അത് 5900 6000 ആയാലും ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അപ്പം 465 കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ട, അഡീഷണലായി ക്രമീകരിക്കേണ്ട വൈദ്യുതിയുടെ അളവ് കുറച്ച് 5900 6000 മെഗാവാട്ട് വൈദ്യുതിക്കുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. കാരണം അതിനപ്പുറത്തേക്ക് ഏർപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മാക്സിമം എത്ര വരാൻ പറ്റുമോ ആ വരാൻ വരുന്നതല്ലേ ഞങ്ങൾ ക്രമീകരിക്കേണ്ടതുള്ളൂ. അതായത് കഴിഞ്ഞ ജനുവരി മാസം അവസാനം വരെ, ഫെബ്രുവരി മാസം അവസാനം വരെ കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കാവുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലും, അതായത് AC, മറ്റ് ലോഡുകൾ, എല്ലാ ലോഡും പരിഗണിച്ചാലും ഉണ്ടാകാവുന്ന പരമാവധി ലോഡ് എന്ന് പറയുന്നത് 5900 മെഗാവാട്ടിന് അപ്പുറത്ത് പോവില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ 6000 മെഗാവാട്ട് വരെയുള്ള ക്രമീകരണം നമ്മൾ ഏർപ്പെടുത്തി. 465 കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങുന്നത് അത്ര കുറയ്ക്കുമായിരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ക്രമീകരണം നോർമലി എടുക്കില്ല. ഇപ്പം
നമുക്ക് ഈ 500 മെഗാവാട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അഡീഷണൽ ആയി വന്നപ്പോൾ 6200 ആയി. ആ 500 മെഗാവാട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 5700 നിൽക്കുമായിരുന്നു. അപ്പൊ ഈ 500 മെഗാവാട്ടിന്റെ അഡീഷണൽ ഡിമാൻഡ് വന്നത് കൊണ്ടാണ് ഇപ്പൊ പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് 465 ഉണ്ടായാലും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രതിസന്ധി എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കരാർ റദ്ദാക്കിയതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പൊ പ്രതിസന്ധി ഉണ്ടായത് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയായ കണക്കല്ല. പിന്നെ ഇവിടെ നേരത്തെ ജയരാജ് പറഞ്ഞു കർണാടകയിൽ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൂഫ് ടോപ്പ് സോളാർ വെച്ചിട്ടുള്ള 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കർണാടകത്തെ സ്ഥിതി എന്താ? അവിടെ ഭയങ്കര പ്രോത്സാഹനമാണ്. ഇതുവരെ 2026 ഫെബ്രുവരി മാസത്തെ കണക്ക് അടക്കം പരിശോധിച്ചാൽ 1200 മെഗാവാട്ടിന്റെ റൂഫ് ടോപ്പ് സോളാർ മാത്രമേ കർണാടകത്തിൽ വെച്ചിട്ടുള്ളൂ. നമ്മുടെ പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് കേവലം 4500-5000 മെഗാവാട്ടേ ഉള്ളൂ. കർണാടകത്തിലെ പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 8000 മെഗാവാട്ടാണ്. അതായത് നമ്മുടെ ഇരട്ടിയിലധികം ഡിമാൻഡുള്ള കർണാടകത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടതിന്റെ പകുതി സോളാർ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നതുകൂടി നമ്മൾ കാണണം. എന്നിട്ട് അവിടെയാണ് പ്രോത്സാഹനം, തമിഴ്നാട്ടിലാണ് പ്രോത്സാഹനം, മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രോത്സാഹനം എന്ന രൂപത്തിൽ, അതായത് കേരളത്തിൽ കൊടുക്കുന്ന പ്രോത്സാഹനത്തെ കാണാതെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പറയുക എന്ന സമീപനമുണ്ട്. പിന്നെ ബസ് എന്താ പ്രശ്നം? കേന്ദ്ര സർക്കാർ ബസ് പദ്ധതിയിൽ ചില സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ആ സബ്സിഡി കിട്ടുന്ന രൂപത്തിലല്ലാതെ നമുക്ക് സ്വന്തം നിലയിൽ ചെലവാക്കിക്കൊണ്ട് ചെയ്യാൻ തീരുമാനിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് സെക്കിയുടെ അംഗീകാരം വാങ്ങി നമ്മൾ ടെൻഡർ ചെയ്തു. 15 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ ഈ വേനൽക്കാലത്തിന് മുമ്പ് അത് പൂർത്തിയാക്കി തരണം എന്ന നിലയ്ക്ക് കരാറുകാരനോട് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അവർക്ക് പവർ ട്രാൻസ്ഫോമറിന്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് അത് മുൻകൂട്ടി പൂർത്തിയാക്കി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അല്ലാതെ അവിടെ യാതൊരു വിധത്തിലും എഴഞ്ഞു നീങ്ങുന്നില്ല. അവർക്ക് കരാർ വെച്ചിട്ടുള്ള കാലത്ത് തന്നെ അവർ പദ്ധതി പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിനകത്ത് ടെൻഡർ വിളിച്ച് കരാർ നടപടിയിലേക്ക് പോയാൽ ആ കരാർ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പേ വെച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ എഴഞ്ഞു നീങ്ങുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് ശരിയല്ല. പിന്നെ കേരളത്തിലെ ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്തു? കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യം ഉണ്ടല്ലോ. കേരളത്തിനുള്ളിൽ വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങി തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നത് വസ്തുതയാണ്. അത് ഞാൻ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് സാധ്യമായ പദ്ധതികൾ 178 മെഗാവാട്ട് നമ്മൾ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. സോളാറിൽ നിന്ന് റൂഫ് ടോപ്പ് സോളാർ മാത്രമല്ല, ഇപ്പം നമ്മുടെ സോളാർ പാർക്ക് അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് ഏകദേശം 400 മെഗാവാട്ടോളം അധികമായി നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായി നിറവേറ്റാൻ കഴിയില്ല. 70% നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പവർ ഹൈവേ പൂർത്തിയാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കൂടംകുളത്ത് നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള പവർ ഹൈവേ 2012 ഈ ഓഫീസ് പൂട്ടിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നത്. PGCIL കേരളത്തിലെ ഓഫീസ് പൂട്ടി ഈ പദ്ധതി ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിട്ടുള്ള ഉതുപ്പള്ളിയിലെ സമരത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയത് 2016 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 2016 ഓഗസ്റ്റിൽ PGCILനെ കേരളത്തിൽ വിളിച്ച് ചർച്ച ചെയ്ത് പദ്ധതി പുനരാരംഭിച്ച് 2018 ഡിസംബറിൽ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വൈദ്യുതി ആ ലൈനിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. പുകലൂരിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള ലൈന് ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ലൈനുകൾ പൂർത്തിയാക്കുക. കേരളത്തിൽ 10,000 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയാണ് പൂർത്തിയാക്കിയത്. എന്നിട്ട് നമ്മളിപ്പോ ഇരട്ടിരിക്കുക എന്താണ് പീക്കിലോട് മാനവന്റെ നോമന പേര്. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. താങ്കൾ പറഞ്ഞല്ലോ 465 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷിക്കുന്ന എത്ര വോട്ടിനാ? 250 വോട്ടിനാണ് കിടന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ 250 വോട്ടിനാണ് കിടന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ട് താങ്കൾ പറയണം 461 ഒന്നുമില്ലെന്ന് പറയണോ? 2016 കേരളത്തിൽ 52,000 ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നത് ഇപ്പം 98,000 ട്രാൻസ്ഫോമർ ഉണ്ട്. കേരളത്തിലെ വൈദ്യുതി 11 kV വൈദ്യുതി ശൃംഖലയിൽ ഇരട്ടിയായാണ് 10 വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഈ നേട്ടം എല്ലാം കൂടി ചേർന്നാണ് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി. അത് കാണാതെ ശരി ഏറ്റവും ഒടുവിൽ എന്താണ്? ഏറ്റവും ഒടുവിൽ 10 വർഷം കഴിയുമ്പോഴേക്കും പീക്കിലോട് മാനേജ്മെന്റ് കറണ്ട് കളയും. അതാണല്ലോ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്. രാജു പി നായർ, ഇവിടെ എന്തോ ഒരു മുഴുത്ത സവാള എടുത്ത് പോക്കറ്റ് ഇട്ട് ആ ചൂടിനെ ചെറുക്കാം എന്നൊക്കെ ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴേ ഇങ്ങനെയാണോ അതോ കണ്ടം മാറിയപ്പോൾ അങ്ങനെ പോയതാണോ? പോട്ടെ, അത് ഉള്ളി പോക്കറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും ഇവിടെ ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം മഴ പെയ്ത് വെള്ളം വന്ന് ഡാം നിറഞ്ഞ് അത്യാവശ്യ ഉപഭോഗത്തിനുള്ള വൈദ്യുതി ഉണ്ടാകുന്നത് വരെ
പീക്ക് ലോഡ് മാനേജ്മെന്റ് ആണെങ്കിലും ലോഡ് ഷെഡിംഗ് ആണെങ്കിലും ഇതുണ്ടാവും, തുടരും. അതാണ് അതിനർത്ഥം. കാര്യം അവിടെ പവർ എക്സ്ചേഞ്ച് കറണ്ടൊന്നുമില്ല. രാജു പി നായർ. അല്ല, ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നപ്പോൾ കിട്ടിയ പുതിയ മണ്ടത്തരമാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിനേക്കാൾ ആകുലപ്പെടേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷം പരിസ്ഥിതി തീവ്രവാദികൾ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇടതുപക്ഷം ജ്യോതിരാദിത്യ സിന്ധ്യയിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇടതുപക്ഷം എന്ന് വിശേഷിക്കപ്പെടുന്നവർ അവരിടതുപക്ഷമൊന്നും അല്ല. അതുകൊണ്ടാണ് ജയരാജൻ അങ്ങനെ പറയാൻ കഴിയുന്നത്. ഒരു ഇടതുപക്ഷക്കാരനും ഒരു കമ്മ്യൂണിസ്റ്റിനും പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവരെ പരിസ്ഥിതി തീവ്രവാദികൾ എന്ന് വിളിക്കാൻ കഴിയില്ല. അത് തീവ്ര വലതുപക്ഷമായിട്ട് ഇദ്ദേഹമൊക്കെ മാറിയതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ഞാൻ എന്തായാലും പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രയോഗിച്ച ഇത് തെറ്റാണ്. ലാനിനോ അല്ല ഇവിടുത്തെ പ്രശ്നം. ലാനിനോ മൺസൂൺ അധികമാവുന്നതാണ്, അല്ലെങ്കിൽ മഴ കൂടുതലാണ്. ഇവിടെ എൽനിനോ ആണ് പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങൊക്കെ ഈ അഭിപ്രായങ്ങൾ ഈ ഇടതുപക്ഷത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊക്കെയാണല്ലോ നിരീക്ഷകർ, കൊടുക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ചു വേണം പറയാൻ. ലാനിന അല്ല പ്രശ്നം, എൽനിനോ ആണ് വരൾച്ച ഉണ്ടാക്കുന്നത്. ആദ്യം അതങ്ങ് മനസ്സിലാക്കുക. ചിലപ്പോൾ അദ്ദേഹത്തെ തെറ്റിതാവും. പക്ഷേ ബാലാനന്ദൻ സഖാവിനെയും പിണറായി വിജയൻ ലാനിൽ പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം ഉണ്ടായി, അല്ല പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു. ബാലാനന്ദൻ സഖാവിനെ കൂട്ടുപിടിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു വാക്ചാതുര്യ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിംഗ് സ്കില്ലിനെ ഞാൻ നമിക്കുകയാണ്. കാരണം ബാലാനന്ദൻ സഖാവാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചത് പിണറായി വിജയൻ നടത്തിയത് തീവട്ടിക്കൊള്ളയാണെന്ന് എഴുതി വെച്ചത്. അങ്ങനെയാ മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്? ഈ മാറ്റേണ്ട ഇല്ലാത്ത റീഫർബിഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെഷീനുകൾ 100 കോടിക്ക് താഴെ തീർക്കാവുന്ന പദ്ധതി ഇത്തരത്തിൽ പുറത്തു കൊടുത്തുകൊണ്ട് വലിയ കൊള്ള നടത്തി എന്നുള്ളതിന്റെ സൂചനകൾ മുഴുവൻ കൊടുത്തത് ബാലാനന്ദൻ സഖാവിന്റെ റിപ്പോർട്ടാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ലാവ്ലിൻ ആരോപണത്തിനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിലുള്ള ചർമ്മബലം കുറച്ചൊന്നും പോരാ. അതവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ സുരേഷ് കുമാർ ഇവിടെ പറയുന്നത് 465 മെഗാവാട്ടിന്റെ പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. ശരിയാണ്, 465 മെഗാവാട്ടിന്റെ പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ആ കരാർ റദ്ദ് ചെയ്തത്? 5000 ചില്ലാനും മെഗാവാട്ട് ആവശ്യമാണ്. 5000 ചില്ലാനും മെഗാവാട്ട് ആവശ്യത്തിന് ബാക്കിയുള്ള 2000 ചില്ലാനും മെഗാവാട്ട് നമ്മുടെ ഉത്പാദനം കഴിച്ചിട്ട് എത്രയും എനിക്ക് ഫിഗർ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അത്രയും മെഗാവാട്ട് ഒരുമിച്ച് ഒരാൾ തന്നാൽ മാത്രമേ ഞങ്ങൾ മേടിക്കൂ എന്നാണോ നയം? അങ്ങനെയാണെങ്കിൽ ആ നയമാണ് വികലം. 465 രൂപയുടെ അദ്ദേഹം തന്നെ പറയുകയാണ് നമുക്ക് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിനകത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ട് കൊണ്ടോ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല, നമ്മുടെ ആവശ്യങ്ങൾ തികയില്ല. രാജു അങ്ങയുടെ സമയം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറയും. ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറയും. സുരേഷ് കുമാർ ചെറിയ ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനാണ്. ഒരു ചെറിയ ക്ലാരിറ്റി ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് 10 മാങ്ങ ആവശ്യമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു. നമുക്ക് ആകെ 10 മാങ്ങ ആവശ്യമുണ്ട് എന്ന് കണക്കാക്കുന്നു. നമ്മളെ കയ്യിൽ 7 മാങ്ങ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 മാങ്ങ കൂടി വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെ 10 മാങ്ങ ആക്കി നിർത്തും. റദ്ദാക്കിയ 2 മാങ്ങ നമുക്ക് അതിനിടയ്ക്ക് കയ്യിൽ കിട്ടി, അതും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളെ കയ്യിൽ ഉള്ളത് 7 മാങ്ങയ്ക്ക് പകരം 9 മാങ്ങയാവും. നമ്മൾ എന്ത് ചെയ്യും? 1 മാങ്ങയും കൂടി വാങ്ങാനുള്ള ക്രമീകരണം ഉണ്ടാക്കും. അപ്പോഴും നമ്മളെ കയ്യിൽ 10 മാങ്ങ ഉണ്ടാവും. പക്ഷെ ഡിമാൻഡ് 10ന് പകരം 15 ആയാൽ ഈ 5ന്റെ പ്രതിസന്ധി ഈ 2 മാങ്ങ കയ്യിൽ വന്നതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ 465 മെഗാവാട്ട് വൈദ്യുതി കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗുണമൊന്നുമില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം 465 മെഗാവാട്ട് ക്യാൻസൽ ചെയ്തതല്ല. 465 മെഗാവാട്ട് ക്യാൻസൽ ചെയ്തത് 2023 3 വർഷം അതില്ലാതെ തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, മാങ്ങാ കച്ചവടം നടത്തുമ്പോൾ ദിവസവും 10 കഴിഞ്ഞിട്ട് 12 പേരോ അല്ലെങ്കിൽ പിന്നെ ഒരു 5 പേര് മാങ്ങ അന്വേഷിച്ച് വരുന്നു എന്ന് കണ്ടാൽ ആ 15 മാങ്ങയായിട്ട് താൻ സോഴ്സ് ചെയ്യുന്നത് കൂട്ടുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അല്ലാണ്ട് 10 മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി എനിക്ക് വേണ്ട എന്ന് പറയുന്നത് നല്ല കച്ചവടം അല്ല. അത്രമാത്രം എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? ഈ 465 നമ്മൾ ഇദ്ദേഹം തന്നെ പറയുകയാണ്, നമ്മൾക്ക് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് പുറത്തു നിന്നുള്ള വൈദ്യുതി 4.29-നും 4.6-നും ലഭിക്കാവുന്ന പ്രോജക്റ്റ് എന്തിനു വേണ്ടി നിങ്ങൾ റദ്ദാക്കി? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് എന്താ ചെയ്തത്? അതേ കമ്പനികളിൽ നിന്ന് 12-14 രൂപയ്ക്കും മേടിച്ചു. KSEBിയുടെ റിപ്പോർട്ട് എന്താ? 2123 കോടി രൂപ ആ കരാർ റദ്ദാക്കിയിട്ട് ഉയർന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അധിക ബാധ്യത KSEBിക്ക് ഉണ്ടായി ഇല്ലേ?
ഇത് എന്ത് പ്ലാനിംഗ് ആണ് ശ്രീ സുരേഷ് കുമാർ? എന്ത് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ കരാർ നിങ്ങൾ റദ്ദാക്കിയത്? അദ്ദേഹം ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ കരാർ റദ്ദാക്കിയതിന് ശേഷം സർക്കാരിന് വീണ്ടും വിചാരം ഉണ്ടായി. വീണ്ടും വിചാരം ഉണ്ടായിട്ട് റദ്ദാക്കിയ കരാർ റദ്ദാക്കൽ ക്യാൻസൽ എപ്പോഴും ഇടപെടല്ലേ? അങ്ങ് എപ്പോഴും ഇടപെടല്ലേ? അല്ല, അങ്ങ് എപ്പോഴും ഇടപെടല്ലേ? മണിക്കൂറല്ലേ സമയം കിട്ടുമല്ലോ. അപ്പൊ പറയാം. അല്ല, ഞാൻ പറയട്ടെ. അപ്പോ നോക്കൂ, ആ കരാർ റദ്ദ് ചെയ്തതിനു ശേഷം പിന്നെ സർക്കാർ വീണ്ടും റദ്ദ് ചെയ്ത തീരുമാനം റദ്ദ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ കമ്പനികൾക്ക് മുഴുവൻ 10 രൂപയ്ക്ക് മേലെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുമ്പോ അത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘവീക്ഷണം എന്തുകൊണ്ട് പിണറായി വിജയനും ഇല്ലാതെ പോയി? ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘവീക്ഷണം എന്തുകൊണ്ട് AK ബാലൻ ഇല്ലാതെ പോയി? അതുകൊണ്ടാണല്ലോ 25 വർഷത്തേക്കുള്ള കരാറിൽ ഏർപ്പെട്ടത്, ലോങ് ടേം പ്രോസസ്സ്. അത് നിങ്ങൾ റദ്ദ് ചെയ്തതല്ലേ ഈ 465 മെഗാവാട്ട് നഷ്ടപ്പെട്ടത്? ഇന്ന് 2100 ചില്ലാനും കോടി രൂപ അദ്ദേഹം കൊടുത്ത് മേടിക്കേണ്ടി വന്നതല്ലേ ഇല്ലേ? പിന്നെ അദ്ദേഹം ഞാൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. 150 മെഗാവാട്ടിന്റെ അഡീഷൻ പ്രോജക്റ്റ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റെടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചില്ല? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറുപടിയില്ല. KSEBയുടെ ഓഫീസുകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന പുരപ്പുറ സോളാറിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള, ഇല്ലെങ്കിൽ ഇവിടെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ച പോലെ മീറ്റർ വെച്ച് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് KSEBക്ക് കഴിയുന്നില്ല? അപ്പൊ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇപ്പോ ഉണ്ടായതെന്താ? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പവർ ഇത് പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് കഴിയുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടന്നുപോയി. ആ ആവശ്യങ്ങൾ നടന്നുപോയെടുത്ത് ഇന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് പ്ലാൻ ഇല്ലായിരുന്നു. ഒരു ബാക്കപ്പ് പ്ലാനും ഇല്ല. ഇവിടുത്തെ ഇറാൻ യുദ്ധം മാത്രമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് കാലാകാലങ്ങളായിട്ട് കൂടി വരുന്ന KSEBയുടെ കണക്ഷൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ വീടുകൾ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമാണ്. KSEBയുടെ കണക്ഷൻസ് കൂടുമ്പോൾ KSEBക്ക് അറിയാൻ പാടില്ലേ? ഇതാ കണക്ഷൻസ് കൂടുന്നു, ലോഡ് കൂടും. അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ അനുസരിച്ചിട്ടാണല്ലോ ടാരിഫ് ബിൽ പ്ലാൻ തീരുമാനിക്കുന്നത്. പ്ലാൻ മാറി ടാരിഫിന്റെ പ്ലാൻ കൂടുമ്പോൾ അറിയാൻ പാടില്ലേ കൺസംഷൻ കൂടുന്നു? നിങ്ങൾ 5% എന്ന് പറയുന്നു. 5% ഹിസ്റ്റോറിക്കലായിട്ടുള്ളത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതല്ല പ്ലാനിങ്. ഹിസ്റ്റോറിക്കലായിട്ട് 5% മാത്രമേ വർധന ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 8% എന്നുള്ളതല്ല. അതിനെ ഓവർ പ്ലാനിംഗ് എന്ന് വിളിച്ചാലും പറ്റിയെന്താണ്? 5 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാങ്ങ നമുക്ക് 50 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. ആ മാങ്ങയുടെ പൈസ ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. ഒരു മിനിറ്റ്. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെ ഇപ്പൊ എൽനിനോ പ്രതിസന്ധി വരുന്നതിനുണ്ടാക്കുന്ന വരൾച്ച പോകാൻ ഉൾപ്പെടെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുൻകൂട്ടി നമ്മളുടെ ടാർഗറ്റ് തീരുമാനിക്കുന്നതിനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ആവശ്യമില്ല, KSEBയുടെ ആവശ്യമില്ല. കുറെ ഉദ്യോഗസ്ഥർ താഴ്ത്തിരുന്നിട്ട് കിട്ടുന്നത് കൊടുത്താൽ പോരെ? എന്തിനാ ഈ സംവിധാനം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ പരിപൂർണമായ പരാജയം. ആ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി ദുരഭിമാനത്തോടു കൂടി ഇന്ന് സർക്കാർ ജനങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. അപ്രഖ്യാതമായ പവർ കട്ടോടുകൂടി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സർക്കാരിന്റെ നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദുരഭിമാനം കളയണം. നേക്കന്മാർക്കൊന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ ഒന്ന് ന്യായീകരിക്കും. ശരി. പക്ഷേ കൂട്ടിയ വാങ്ങാവില്ല. ഇപ്പൊ രാജീവ് പിന്നാർ പാർട്ടി ആണെങ്കിലും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ എന്താണെങ്കിലും കൂട്ടിയ വാങ്ങാവില്ല ആര് കൊടുക്കണം? അത് നമ്മൾ കൊടുക്കണം. ശ്രീ ജയരാജന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ സബ്ജക്ട് കർഷകർ അന്ന് ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം സർക്കാരിന് കത്തെഴുതി. ഏതാണ്? ഈ ആര്യാടന്റെ കരാർ റദ്ദാക്കിയാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകും. അന്നത്തെ ചെയർമാനായിരുന്നു NS പിള്ള കത്തെഴുതി. ക്യാൻസൽ ചെയ്യരുത്, ഭീകരമായ പ്രശ്നം ഉണ്ടാവും. രണ്ടിനും പുല്ലുവില കൊടുക്കാതെ തോട്ടിക്കളഞ്ഞു. അതിൻ്റെ കൂടി കേട്ടോ നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ജയരാജ്. അതിൻ്റെ കൂടിയാണ്. കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കിയത് ആര്യാടൻ മുഹമ്മദ് ആണെന്ന് പറയാത്തത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനു മുമ്പ് എനിക്ക് രാജുവിനോടൊരു കാര്യം പറയാനുണ്ട്. രാജു പറഞ്ഞത് എല്ലിനെ ലാനിനെ എന്ന് എനിക്കറിയത്തില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയത് നമ്മുടെ സമുദ്രങ്ങൾ തിളയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ് 93 കലാമതിയിലാണെന്ന് തോന്നുന്നു. കലാമതിയിലാണോ കുങ്കുമമാണോ എന്നറിയില്ല. അതിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, നമ്മുടെ സമുദ്രങ്ങൾ തിളയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു. അത് വേണേൽ റെഫറൻസിന് ഞാൻ അങ്ങേർക്ക് അയച്ചു കൊടുക്കുക. ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാക്കി. അതെൻ്റെ അറിവ് കേടായി വിവരക്കേടായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെയുള്ള ശ്രമം. അതുപോലെ നട്ടാക്കുരുക്കത്തെ നുണയാണ് പറയുന്നത്. ബാലാനന്ദ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നു പിണറായി വിജയൻ തീവെട്ടിക്കൊള്ള നടത്തി. എന്ത് കള്ളത്തരമാണ് ഈ TV ചാനലിന് മുമ്പിലൊക്കെ വന്നിരുന്നുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ ഈ കോൺഗ്രസ്സുകാർ വെറും അങ്ങ് VD സതീശനാവല്ലേ രാജു? കുറെ നിലവാരമൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ നിലവാരമൊക്കെ പുലർത്ത്. നുണ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. അതോടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത് ഇത്തരത്തിലുള്ള കള്ളത്തരത്തെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കള്ളത്തരമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി ഇവിടെ പ്ലാനിങ് ഇല്ല, പരാജയമാണെന്ന് വരുത്തി തീർക്കണം.
10 വർഷം ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഈ മെയ് മാസം പകുതിയോടുകൂടി ഈ പ്രശ്നവും പരിഹരിക്കും, ഈ പ്രതിസന്ധിയും പരിഹരിക്കും. എന്തായാലും നിങ്ങളൊന്നും അധികാരത്തിൽ നിന്ന് വരാൻ പോകുന്നില്ല. നിങ്ങളെ നേരത്തെ തന്നെ ജനം വോട്ട് ചെയ്ത് പുറത്തിട്ടിട്ടുണ്ട്. 4-ാം തീയതി നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇത്തരം ചർച്ചകളിലൊക്കെ വന്ന് വീണ്ടും ആവേശത്തോടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാം, സ്വപ്നത്തിൽ നിങ്ങൾക്ക് അതിനകത്ത് ക്യാബിനറ്റ് ഉണ്ടാക്കാം, മുഖ്യമന്ത്രിമാരെ ഒരുപാട് പേരെ വയ്ക്കാം. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. പക്ഷേ നമ്മൾ ഈ പ്രശ്നത്തിനെ ഇതിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടില്ലേ? അത് അതിജീവിക്കുന്നതിന് പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള മെക്കാനിസം ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അത് അതിജീവിക്കുന്നതിന് ജനങ്ങളുടെയും കൂടെ ഒരു ഹെൽപ്പ് വേണം. അല്ലാതെ ജനങ്ങളെ KSEB ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തിരിക്കുക, അവരുടെ ഓഫീസുകളെ ചെന്ന് റിക്വസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അതായത് നിഷ്പ്രയോജനമായ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഇത്തരം ചർച്ചകൾ കൊണ്ട് നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതൊക്കെയാണ് അതിന്റെ വാസ്തവം. വാർമിംഗ് ഒരു വാസ്തവമാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു വാസ്തവമാണ്. തോറിയം പോലുള്ള ഇത് ഉപയോഗിക്കാൻ അനുവദിക്കാത്തത്, ഇവിടെ അറ്റോമിക് പവർ ഉപയോഗിക്കാൻ പറ്റാത്തത് ഒരു വാസ്തവമാണ്. കൽപ്പാക്കത്തുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രിഡുകൾ ഇത്രയും വലുതാക്കി നേരത്തെ ഹരിദാസ് ഇവിടെ പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അപ്രഖ്യാപിതമാണെങ്കിൽ ഇന്ന് പ്രഖ്യാപിതമാവുന്നുണ്ട്. അങ്ങനെ അത് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അതിന്റെ പ്ലാനിങ്ങിന്റെ പിരീഡൊക്കെ വരുമ്പോൾ നിപ്പ, കോവിഡ്, ഈ പറയുന്ന മഹാപ്രളയകാലം, നമ്മൾ ഒന്നു ചേർന്നില്ലേ ഈ പറയുന്ന കരളുറപ്പുള്ള കേരളം എന്ന കാൽപ്പനികമായ പറ്റുമോ? വളരെ നല്ലതാണ്. ശരി, ഓക്കെ. എൻവയറമെന്റലിസ്റ്റ് എന്ന് പറയുന്നത് സോ കോൾഡ് എൻവയറമെന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്, എൻവയറമെന്റൽ ടെററിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് കരളുറപ്പുള്ള കേരളം എന്ന കാൽപ്പനിക പാട്ടോടിയാൻ പറ്റുമോ? തുടർഭരണം ഇവിടെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? 10 വർഷത്തെ തുടർഭരണം ഇവിടെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? 10 വർഷത്തെ തുടർഭരണം കിട്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വൈദ്യുതിയുടെ ഉപയോഗത്തിലൂടെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കത്തക്ക തോതിലുള്ളൊരു സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘവീക്ഷണത്തിന്റെ കുറവല്ലേ? അത് പ്ലാനിങ്ങിന്റെ കുറവ് തന്നെയല്ലേ? ആ കുറവല്ലേ ഇവിടെ പറയുന്നുള്ളൂ. നോക്കൂ, സാധാരണ 900 രൂപ ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ മിണ്ടിയിട്ടില്ല. താങ്കൾ അല്പം മാന്യത പുലർത്തു പ്ലീസ്. എനിക്ക് താങ്കളോട് ഒരുപാട് വിയോജിപ്പുണ്ടാകും. താങ്കൾ സംസാരിക്കുമ്പോൾ 900 രൂപ കൂലി വാങ്ങുന്ന സാധാരണക്കാരൻ പോലും AC വാങ്ങുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി. 40 ഡിഗ്രി ചൂടിലെ പണിയെടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് രാത്രി അന്തി ഉറങ്ങാൻ അതിനൊരു 900 രൂപ എന്ന് വെക്കിയ സുഹൃത്തെ, 900 രൂപ എന്ന് വെക്കൂ. 900 രൂപക്കാരും മേടിക്കുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട് അത്തരത്തിലായതുകൊണ്ടല്ലേ ഇവിടെ വഴിവിളക്കുകൾ, ഹാഷ്മി, വഴിവിളക്കുകളും ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളും കൃത്യമായി ഓഫ് ചെയ്യാനുള്ളൊരു സംവിധാനം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് 1% പരിഹാരമാവും. ഇവിടുത്തെ നമ്മൾ രാവിലെയൊക്കെ ഞാനും ഹാഷ്മിയൊക്കെ നടക്കാൻ പോകുന്നതല്ലേ, ഇവിടെ രാവിലെ 10 മണിക്ക് പോലും ഇവിടുത്തെ വഴിവിളക്കുകൾ ഓഫ് ചെയ്യുന്നില്ല. അതുമാതിരി തന്നെ ഒരു പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റിനെ കുറിച്ചിട്ട് ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഈ 10 വർഷം കൊണ്ട് ഈ പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉപയോഗിക്കുന്ന ആ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റില്ലേ? സമയം പൂർണ്ണമായി നടക്കാനാകുമ്പോഴത്തേക്ക് പട്ടിയെ മാത്രം പൊടിച്ചാൽ പോലെ ഇനി പാമ്പിനെയും പിടിക്കണം. ഇത് യാഥാർത്ഥ്യം എന്താണ്? ലോഡ് ഷെഡിംഗ് ആണെങ്കിലും ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് പോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് വാക്കാണെങ്കിലും മലയാളത്തിൽ പറയുന്നത് രാത്രി കറണ്ട് പോവും, ഒരു കുത്ത് മെഴുകുതിരി വാങ്ങിച്ച് വീട്ടി വെക്കണം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.